ഇന്നലെ നമ്മള് പോയത് പഴനിയിലാണ്. പക്ഷെ പഴനിയിലത്തെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ എത്തിയിട്ട് ഫോണൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ പോണത് മധുരയിലാണ്. അപ്പൊ അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല. പക്ഷെ അവിടെ എക്സ്പ്ലോർ ചെയ്യും. അതൊക്കെ കാണിച്ചുതരാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കണേണ്. അവിടെ ഒരു കുഞ്ഞി പ്ലേ ഗ്രൗണ്ട് പോലെയുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയാണ്. അതിവിടെ എത്തി. വടയും എത്തി. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയാണ് ഫ്രണ്ട്സ്. നമുക്ക് വട കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. നമുക്ക് ഇവിടുത്തെ ചായ കുടിച്ചു നോക്കാം. അടിപൊളി ചായയാണ്, പക്ഷെ ഇത്തിരി ചൂടാണ്. അടിപൊളി ചായയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇത് ഞങ്ങൾ കാറിൽ പോയിട്ട് മധുരയിൽ പോവാൻ പോയാണ്. നമുക്ക് പോവാം. ഇനി നമ്മൾ മധുരയ്ക്ക് പോവാൻ പോവാണ് ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചത് ആറുപട റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇപ്പൊ നിങ്ങൾ പഴനിന്ന് മധുരയിൽ പോണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ അടിപൊളി ഫുഡാണ് ഫ്രണ്ട്സ്. അത് കണ്ടിട്ട് വോൾക്കാനം പൊട്ടിത്തെറിക്കുന്ന പോലെ ഇല്ലേ ഫ്രണ്ട്സ്? ടർബൈൻ എന്താണ് ഭയങ്കര വലിയതാണ്. വലിയ വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ്. 2 വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ്. ഞങ്ങള് നോക്കിയപ്പോ വേറെ ഒരെണ്ണം കൂടി പോണുണ്ടായിരുന്നു. അതൊരു വിൻമിലിന്റെ ടർബൈൻ ആയിരുന്നു ഫ്രണ്ട്സ്. ടർബൈൻ്റെ ഒരു ലീഫായിരുന്നു. ഞങ്ങള് മീനാക്ഷി ടെമ്പിളൊക്കെ പോയി കഴിഞ്ഞു. ഞങ്ങളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടേക്കണേണ്. ഇപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങണേണ്. എന്നിട്ട് ഞങ്ങള് ഹോട്ടലിൽ പോകും. പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. നല്ല റൂമാണ് ഫ്രണ്ട്സ്.
ഹോട്ടലിലെത്തി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വാങ്ങിയേക്കുന്നത് ബൺ പൊറോട്ടയും ചപ്പാത്തിയും പനീറും പിന്നെ ഗോബി മഞ്ചൂരിയനുമാണ് ഫ്രണ്ട്സ്. നമുക്ക് കഴിക്കാം. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട്സ് ബൺ പൊറോട്ട. നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. കറിക്ക് ഇത്തിരി മതിയൊക്കെ ഉണ്ട്. ഗോബി മഞ്ചൂരിയനും കൂടി ഉണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. റൂമൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം ഇത്തിരിയേറെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ പഴനി പോയി വന്നപ്പോൾ രാത്രിയായ കാരണം ഉറങ്ങാനൊക്കെ പോയത് കാരണം വീഡിയോ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല റൂം. ഇന്നലത്തെ റൂമും നല്ലതായിരുന്നു. ഈ ആഴ്ച ഇനി നമ്മൾ റൂമിൽ പോകാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. മേലുള്ള ഒരു ഫോട്ടോയാണിത്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ റൂമിലെത്തി. ഇനി കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. താമസിക്കുന്ന ഹോട്ടലിലുള്ള ഫോട്ടോസ് കാണിച്ചു തരാം. ഇതാണ് ഒരു റോസിൻ്റെ പിക്ചർ ഫ്രെയിം. ഇതൊരു ആനേൻ്റെ പിക്ചർ ഫ്രെയിമാണ്. ഇത് ഏതോ ചേച്ചീൻ്റെ ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ താമസിക്കണത് ഹോട്ടൽ ശ്രീ അരുൾമുത്തു റെസിഡൻസിയിലാണ്. ഞങ്ങൾ ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പാലസിലും പോകും. അത് കഴിഞ്ഞിട്ട് ജിഗർദണ്ഡ കുടിക്കാനും പോകും. ഞാൻ കേട്ടിരിക്കുന്നത് ജിഗർദണ്ഡ ഒരു പായസം പോലത്തെ സാധനത്തിൽ ഐസ്ക്രീം ഇട്ടതാണ്. ഞാൻ കുടിച്ചിട്ടില്ല. നമുക്ക് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കുടിക്കാൻ പോകുന്നത്. വേഗം റെഡി ആവാൻ പോവാണ്. പാലസ് 1 hour ഉള്ളിൽ അടക്കും. വേഗം റെഡി ആവാം. ഇനി നമുക്ക് പോവാം. ഇപ്പൊ നമ്മൾ പോകുന്നത് തിരുമല നായിക്കർ പാലസിലാണ് നമ്മൾ പോവാൻ പോകുന്നത്. നമുക്ക് പോകാം. ഇവിടെ പുറത്തൊരു പൂവിൻ്റെ എന്തോ സാധനമുണ്ട്, കാണിച്ചു തരാം. എന്തോ പൂവ് വെച്ചേക്കണതാണ്. ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ അടുത്താണ്. നിങ്ങളിപ്പോൾ മധുരയിൽ വരെയെങ്കിൽ ആ സ്ഥലങ്ങൾക്കൊക്കെ പോവാം. നിങ്ങൾക്ക് ഈ ഹോട്ടലിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ റോഡൊക്കെ ചെറുതായ കാരണം കാറിൽ പോകാൻ പറ്റൂല. അപ്പം ഞങ്ങൾ ഓട്ടോയിലാണ് പോകാൻ. ഇവിടുത്തെ ഇത് രാജാവിൻ്റെ കസേരയാണ് ഫ്രണ്ട്സ്.
പ്ലസ് പോൾസ് ഉണ്ട്. ഞാൻ എണ്ണിയതാണ്, പകുതിക്ക് വെച്ച് നിർത്തി. ഒരു തൂണിന് 1.5 മീറ്റർ ഉണ്ട്. വൈകിട്ടും പണ്ട് രാജാവ് ഇവിടെയായിരുന്നു ഡാൻസ് കാണാൻ വന്നിരുന്നത്. തണ്ട് കുടിക്കാൻ പോവുകയാണ്. ഇതാണ് ജിഗർദണ്ഡയുടെ കട. കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പാലട ഫ്ലേവർ ഐസ്ക്രീം ഇട്ടേക്കുന്ന പോലെയാണ്. അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ജിഗർദണ്ഡ കുടിക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു ടെമ്പിളിൽ പോകാൻ പോവാണ്. നമ്മൾ മാരിയമ്മൻ ടെമ്പാക്കുളത്തിൽ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എന്നിട്ട് റൂമിലെത്തി. ഇനി ഞങ്ങൾ എവിടെയും പോകണില്ല, രാത്രി ഫുഡ് കഴിക്കുള്ളൂ. ഞങ്ങൾ കിടന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ്. ഫുഡൊക്കെ വാങ്ങി, പാർസലാണ് വാങ്ങിയത്. ഇത്തവണ ചിക്കനാണ്. നേരത്തെയൊക്കെ വെജായിരുന്നു അമ്പലത്തിൽ പോകാനുള്ള കാരണം. ഇപ്പം ചിക്കനാണ്. നാളെ ഞങ്ങൾ പോയാണ് വീട്ടിലോട്ടേക്ക്. ചില്ലി ചിക്കനും ഡ്രാഗൺ ചിക്കനും പിന്നെ വെജ് ഫ്രൈഡ് റൈസുമാണ് വാങ്ങിയിരിക്കുന്നത്.